നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനോട് തുടർച്ചയായിട്ട് ഞാൻ ഇങ്ങനെ പറയാനിടയായി. ഈ എബ്രായ ലേഖനത്തിൻ്റെ പ്രത്യേകത കുറേ കാര്യങ്ങൾ തിയോളജിക്കലായിട്ട് പറഞ്ഞിട്ട് ഒരു കൺക്ലൂഷൻ കൊണ്ടുവരും. നമ്മൾ 1-ാം അധ്യായത്തിൽ പറഞ്ഞതിൻ്റെ കൺക്ലൂഷനാണ് 2-ാം അധ്യായം തുടങ്ങുന്നത്. അതുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 1-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു വാണിംഗ് നൽകുകയായിരുന്നു. ഇതുപോലെ നമ്മൾ 2-ാം അധ്യായം കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങിയാണ് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് അതിൻ്റെ കൺക്ലൂഷനായിട്ടാണ് നമ്മൾ ഈ 2-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇതിൻ്റെ ഈ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്ത് ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്ന അതിൻ്റെ 6-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നത്: പ്രത്യാശയുടെ ധൈര്യവും അഭിമാനവും നാം അവസാനത്തോളം മുറുകെ പിടിക്കുമെങ്കിൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു. അതായത് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഈ 3-ാം അധ്യായത്തിൽ ഈ വായിച്ച 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൻ്റെ ഒരു സിമ്പിൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതം പറയുകയാണ്. നമ്മൾ ധൈര്യത്തോടും അഭിമാനത്തോടും അവസാനത്തോളം നമ്മൾ മുറുകെ പിടിക്കണം. ഹോൾഡ് ഫാസ്റ്റ് അണ്ടിൽ ദ എൻഡ് എന്ന് അവസാനം വരെ മുറുകെ പിടിച്ചാൽ നാം അവൻ്റെ ഭവനമാകുമെന്ന് നമ്മൾ വായിച്ചത്. കാര്യം നമുക്കറിയാം, ഈ ആൾക്കാരൊക്കെ ഈ ഞങ്ങളുടെ റണ്ണിങ് റേസിനൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇട്ടേച്ചു പോകും അല്ലേ? ഇട്ടേച്ചു പോകുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? പകുതിയാകുമ്പോൾ ഓടി, അച്ഛാ ഇനിയും പറ്റത്തില്ല. ജീവിതത്തിൽ അങ്ങനെ ഇട്ടേച്ചു പോകുന്ന ആൾക്കാരുണ്ട് ജീവിതത്തിൽ. എന്നാൽ ഇവിടെ ഈ വേദഭാഗത്ത് വായിക്കുകയാണ്, ക്രിസ്തീയ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് അവസാനത്തോളം നമ്മളതിനെ ആശയോടെ ഓടി അവസാനം ചെന്നത് അവസാനിപ്പിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പണ്ട് ഇടയ്ക്ക് നമ്മൾ പറയാറുള്ളത് പോലെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു 100 മീറ്റർ ഓട്ടമല്ല, ഇതൊരു മാരത്തൺ ഓട്ടമാണ്. പതുക്കെ സ്ട്രെച്ച് ചെയ്ത് നമ്മൾ അത് ശ്വാസമൊക്കെ എടുത്ത് പതുക്കെ പിടിച്ചോണം. നമ്മുടെ ഈ മാരത്തൺ ഓട്ടത്തിന് പെട്ടെന്ന് ഓടിയാൽ അവൻ ഇടയ്ക്ക് വെച്ച് കുഴഞ്ഞു വീഴും, അവൻ തീരും, അവസാനിപ്പിക്കും. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ സ്റ്റെഡ് ഫാസ്റ്റ് ആയിട്ട് ഉറച്ചു നിന്ന് ക്രിസ്തീയ ജീവിതം നയിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തായിട്ട് മാറും? നിങ്ങൾ അവൻ്റെ ഭവനമായിട്ട് മാറുമെന്ന് നമ്മൾ വായിച്ചത്. ഞാൻ പറയും, ഈ ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന സ്വഭാവക്കാരാണ് നമ്മളെല്ലാവരും അല്ലേ? കാര്യം നമ്മളൊക്കെ മിക്കപ്പോഴും ഓർത്താൽ മതി. നമ്മളൊക്കെ ആണെങ്കിൽ എപ്പോഴും പറയുന്നത് ന്യൂ ഇയറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? തീരുമാനം എടുക്കും. ഞാൻ ഈ വർഷം ഇങ്ങനെ ആയിരിക്കും, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരധ്യായം വെച്ച് വായിക്കും. പക്ഷെ നമ്മൾ കുറച്ച് കഴിയുമ്പം നമ്മുടെ വായനയും പോവും, നമ്മുടെ തീരുമാനം പോവും. ചില ആൾക്കാർ പറയും, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തോളം നമ്മുടെ തീരുമാനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ ഒന്നും മുറുകെ പിടിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് ചില ആൾക്കാർ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡയറ്റ് കൺട്രോൾ അല്ലേ? ഇനി ഞാൻ ഈ KFC ഒന്നും കഴിയുന്ന ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അത് ഇങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഈ ഫുഡൊക്കെ ഫ്രണ്ടിലോട്ട് വന്നു കഴിയുമ്പം ഈ കൺട്രോളൊക്കെ അങ്ങ് നമ്മൾ ഇടയ്ക്ക് വെച്ച് ഇട്ടേച്ചു പോകുന്നവരായി പോകാറുണ്ട്. നമ്മൾ ഏതു നിലയിൽ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും ഇങ്ങനെ നഷ്ടപ്പെടാറുണ്ട്. നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ വളരെ ഈസിയാ, പക്ഷേ ഇറ്റ് ഈസ് വെരി ടഫ് ടു സ്റ്റിക്ക് ഓൺ ഇറ്റ്. അതിനോട് നമ്മളിങ്ങനെ അവസാനം വരെ നിൽക്കാൻ ബുദ്ധിമുട്ടായി. ക്രിസ്തീയ ജീവിതം അതുപോലെ തന്നെയാണ്. ചില ആൾക്കാർ പറയുന്നത്, ഞാൻ ഒരിക്കൽ യേശുവിനെ വിശ്വസിച്ച് ഞാൻ വിശ്വാസിയായി, ഇനിയിപ്പം ഒരു പ്രശ്നമില്ല, അച്ഛാ എനിക്ക് ഇഷ്ടമുള്ള പോലെ പോകാം, അങ്ങനെ പറയുന്നത് അല്ല തിരുവചനം. തിരുവചനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ഹാവ് ടു എന്നറിയാമോ? ഞാൻ പറഞ്ഞ പോലെ ഹോൾഡ് ഫാസ്റ്റ് ദ ട്രൂത്ത് അണ്ടിൽ ദ എൻഡ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലുള്ളതല്ല, അവസാനം വരെ മുറുകെ പിടിക്കേണ്ടതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഈ നമുക്ക് ചില കാര്യങ്ങൾ പറയാം, ഈ പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ വീണ് തകർന്നു പോകാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഞാൻ പറയുന്നത് ഇതുപോലെ തന്നെയാണ്. അവസാനത്തോളം നമ്മൾ മുറുകെ പിടിച്ച് ക്രിസ്തീയ ജീവിതം എന്ന് വെച്ചാൽ ഈ വലിയ പ്രശ്നം ഉണ്ടാക്കണമെന്നല്ല. അവർ ഫെയ്ത്ത്, ദൈവം നമുക്ക് എന്ന വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം, അത് നമ്മൾ ഉറപ്പോടെ അവസാനം വരെ കൊണ്ടുപോകണം. കാര്യം ക്രിസ്ത്യൻ ലൈഫ് നമ്മൾ ആയിരിക്കുന്ന ഒരു യുദ്ധഭൂമിയിലാണ്. എന്ന് വെച്ചാൽ ഒരു ബാറ്റിൽ ഫീൽഡിൽ ആയിരിക്കുന്നുള്ള ബോധ്യം വേണം. നമുക്കെതിരെ പോരാടുന്ന ശക്തികളുണ്ട്. ചിലപ്പോൾ ഇതിനകത്ത് നമുക്ക് യുദ്ധത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ കാഷ്വാലിറ്റീസ് ഒക്കെ സംഭവിക്കാം. ജയാളിയാകുന്നതിന് മുമ്പ് പ്രശ്നങ്ങൾ വരാം, പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരും.
പക്ഷേ ഉറച്ചു നിൽക്കുന്നവൻ അവസാനം ജയം നേടും. ഇതുപോലെ ക്രിസ്തീയ ജീവിതത്തിന്റെ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് ജയാളിയായിട്ടുള്ള ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ എൻഡ്യൂർ ചെയ്യണം. വി ഹാവ് ടു ഫൈറ്റ്. എബ്രായ ലേഖനം മുഴുവൻ വായിച്ചാൽ ഈ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് നമ്മളൊരു ഫെയ്ത്ത് കൊണ്ട് അവസാനിക്കുന്നതല്ല, മറിച്ച് വി ഹാവ് ടു ഫൈറ്റ് ടിൽ ദ എൻഡ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ എബ്രാഹിം നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ചിലപ്പം ഒരു വിശ്വാസത്തോടുള്ള ക്രിസ്ത്യ ജീവൻ നയിക്കുവാനായിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വി മേ ഈൽഡ് ടു സിൻ, ചില പാപത്തിൽ നമ്മൾ വഴിപ്പെട്ടു പോകാം. ചിലപ്പോൾ നമ്മൾ 2-ാം അധ്യായത്തിൽ എബ്രായ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പഠിച്ചത് ചിലപ്പോൾ ഒഴുകിപ്പോകാം. വി മേ ഡ്രിഫ്റ്റ് അവേ. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോകാം. നമ്മുടെ ഈ ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ അവസാനം വരെ നമ്മൾ പോകുമ്പോൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് പരാജയങ്ങളൊക്കെ സംഭവിച്ചേക്കാം. സ്റ്റിൽ പരാജയം കൊണ്ട് പിൻവാങ്ങുന്നവനല്ല യഥാർത്ഥ വിശ്വാസി. പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ച് ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്. ഞാൻ ചില ആൾക്കാർ അതുപോലെ തന്നെ നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ കൂട്ടു സഹോദരന്മാരുടെ വാക്കുകളാൽ മുറിവേൽക്കപ്പെടുന്നവരുണ്ട്, ബന്ധുക്കളാൽ മുറിവേൽക്കപ്പെടുന്നവരുണ്ട്. എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ മുറിവേൽക്കുമ്പോൾ അവരവസാനം എല്ലാം ഇട്ടച്ചങ്ങ് പോകും. അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അവൻ്റെ ക്രിസ്തു ജീവിതം അവിടെ അങ്ങ് അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ എന്നോട് പറഞ്ഞു നീ വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞു, എന്നാൽ പിന്നെ വിശ്വാസം ഇട്ടു. ഇങ്ങനെ പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ, നമ്മളതിൻ്റെ 6-ാം വാക്യത്തിൽ വായിച്ചത്, നമ്മളിങ്ങനെ അതിൻ്റെ 6-ാം വാക്യം വായിക്കുന്നത്, ഇഫ് വി ഹോൾഡ് ഫാസ്റ്റ് അവർ ബോൾഡ്നെസ് ആൻഡ് അവർ ഹോപ്പ് ഫേം അൺടു ദ എൻഡ്. അവസാനം വരെ നമ്മൾ നമ്മുടെ ബോൾഡ്നെസ്സും നമ്മുടെ ധൈര്യവും പ്രശംസയും അവസാനത്തോളം നമ്മൾ മുറുകെ പിടിക്കണം. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതം ഇടയ്ക്ക് വെച്ച് തള്ളിക്കളയാനുള്ള ഈ എബ്രായ വിശ്വാസികളുടെ അനുഭവം നോക്കിയിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ നിലയിൽ അവരോട് പറയുന്നത്. കാര്യം അവസാനം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല. 10-ാം അധ്യായം ചാപ്റ്റർ 10 വേഴ്സ് 32 to 34 നമ്മൾ വായിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെ അനുഭവം, അവർ ഭയങ്കര നഷ്ടവും പ്രതിസന്ധികളും കഷ്ടങ്ങളും സാമ്പത്തിക നഷ്ടവും അനുഭവിച്ചൊരു കൂട്ടം ജനമാണ്. അതുകൊണ്ട് അവരെ നോക്കിയിട്ടാണ് പൗലോസ് പറയുന്നത്. അവര് എല്ലാം ഇത്രയും പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ അവര് തങ്ങൾക്ക് ലഭിച്ച ഈ തങ്ങൾ മനസ്സിലാക്കിയ ക്രിസ്തീയ ജീവിതം ഇഷ്ടേച്ച് പിന്മാറിപ്പോകുവാൻ തുടങ്ങുന്നവരെ നോക്കിയിട്ട് പറയുക, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അങ്ങനല്ല, എൻഡ്യൂർ ടു ദ എൻഡ്, അവസാനം വരെ ഉറച്ചു നിൽക്കുന്ന ക്രിസ്തീയ ജീവിതം. അങ്ങനെയെങ്കിൽ നമ്മൾ വായിച്ചതുപോലെ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവന്റെ ഭവനമാകുമെന്ന് പറയുന്നത്. Whose house are we if we hold fast our boldness and our hope firm unto the end. അവസാനം വരെ മുറുകെ പിടിച്ചാൽ നമ്മൾ അവന്റെ ഭവനമാകുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ നമുക്ക് ഓർക്കാം, ഈ 3-ാം അധ്യായം തുടങ്ങുമ്പോൾ ഞാൻ പറയാം 3-ന്റെ 1 മുതൽ അവസാനം വരെയുള്ള ഭാഗത്ത് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പ്രധാന വിഷയം അത് തന്നെയാണ്. ഹോൾഡ് ഫാസ്റ്റ് അൺടു ദ എൻഡ്. വിശ്വാസം, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാം, ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നതല്ല. പൗലോസ് റോമാലേഖനത്തിൽ പറയുന്ന പോലെ, 1-ാം അധ്യായത്തിൽ പറയുന്ന 16-ാം വാക്യത്തിൽ പറയുന്ന പോലെ അത് വിശ്വാസത്തിൽ തുടങ്ങി വിശ്വാസത്തിൽ അവസാനിപ്പിക്കുന്നതാണ്. സ്റ്റാർട്ട്സ് വിത്ത് ഫെയ്ത്ത് ആൻഡ് എൻഡ് വിത്ത് ഫെയ്ത്ത്. വിശ്വാസത്തിൽ തുടങ്ങി വിശ്വാസത്തിൽ തന്നെ അവസാനിപ്പിക്കണം. ഐ ഹാവ് ടു കണ്ടിന്യൂ ഇൻ ദ ഫെയ്ത്ത്. വിശ്വാസം എന്ന് പറയുന്നു അതിന്റെ ഒറിജിനൽ ഭാഷയിൽ കണ്ടിന്യൂസാ. നമ്മൾ അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഇട്ടേച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ വീണ് ഫ്ലാറ്റായി നഷ്ടപ്പെട്ടു പോകുന്നവരാണ്. അതുകൊണ്ട് വളരെ മുന്നറിയിപ്പാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് തുടക്കത്തിൽ കൊണ്ട് തീരുന്നതല്ല, അവസാനം വരെ ഉറച്ചു നിൽക്കണമെന്നുള്ളത്. നമുക്കിനി 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വാക്യത്തില് ഉറച്ചു നിൽക്കണമെന്നുള്ള വിഷയം പറയുന്നതിന് വേണ്ടി താൻ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നമുക്ക് എല്ലാവരുടെയും ബൈബിൾ ഉണ്ടല്ലോ, വായിക്കുന്നത് ഹീബ്രൂസ് ചാപ്റ്റർ 3 വേഴ്സ് 1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു, നമ്മൾ എപ്പോഴും അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കണം. എന്തുകൊണ്ടാ ഈ നമുക്ക് അതിന്റെ വൈഡർ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ 1-ഉം 2-ഉം അധ്യായത്തിന്റെ തുടക്കമാണ് 3-ാം അധ്യായം എന്ന് പറയുന്നത്. അതുകൊണ്ടെന്ന് പറയുമ്പോൾ 1-ഉം 2-ഉം അധ്യായം നോക്കിയിട്ട് പൗലോസ് അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അതുകൊണ്ടെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാവുന്ന അവിടെ പുത്രൻ തമ്പുരാനെ കാണാൻ പറ്റും. അവൻ എങ്ങനെയുള്ളവനാ? ഹീസ് അവസാനം നമ്മളിങ്ങനെ വായിക്കും, 1-ാം വാക്യത്തിൽ വായിക്കുന്നത്
അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തു. 1-ാം അധ്യായം മുഴുവൻ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം വിശദീകരിക്കുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഹീസ് ദ ബ്രൈറ്റ്നസ് ഓഫ് ഹിസ് ഗ്ലോറി, എക്സ്പ്രസ് ഇമേജ് ഓഫ് ഹിസ് സൺ, തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുത്രൻ നമ്മളോട് അരുളി ചെയ്ത വിഷയങ്ങളെ പറ്റി പറഞ്ഞിട്ട് താഴോട്ട് പറയുകയാണ്. 5-ാം വാക്യത്തിൽ വരുമ്പോൾ അവൻ ഏകജാതനും ആദിജാതനുമായവനാണ്. നമ്മൾ പിന്നീട് വായിക്കുമ്പോൾ ദൂതന്മാർ അവനെ ആരാധിക്കുന്നത് കാണുന്നുണ്ട്, അഗ്നിജാലകളെ ദൂതന്മാരാക്കി മാറ്റുന്നത് കാണുന്നുണ്ട്. അവസാനം വന്നിട്ട് പിതാവായ ദൈവം പുത്രനെ ദൈവമേ എന്ന് വിളിക്കുന്നു. ഞാൻ പറഞ്ഞത് 1-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ കണ്ടതാണ്. 1-ാം അധ്യായം മുഴുവൻ പറയുന്നത് പുത്രൻ തമ്പുരാൻ എന്ന് പുത്രൻ തമ്പുരാൻ നമ്മൾ പറയുമ്പോൾ യേശു കർത്താവിന്റെ ദൈവത്വം വളരെ വ്യക്തമായിട്ട് 1-ാം അധ്യായത്തിൽ വിശദീകരിക്കുകയാണ്. എന്നിട്ട് അതിന്റെയാണ് 2-ാം അധ്യായം തുടങ്ങുമ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് ഹീസ് ഗോഡ്, അതുകൊണ്ട് നമ്മൾ ഒഴുകിപ്പോകരുതെന്നാണ് 2-ാം അധ്യായം തുടങ്ങിയത്. 2-ാം അധ്യായത്തിൽ നമ്മൾ പിന്നെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പഠിച്ചതാണ്. 8 കാര്യങ്ങൾ എന്തുകൊണ്ട് യേശു കർത്താവ് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്തുകൊണ്ടാണ് വന്നെന്നുള്ളത് കഴിഞ്ഞ നമ്മൾ 10-12 ക്ലാസ്സുകളോളം നമ്മൾ പഠിച്ചിരുന്നു. മനുഷ്യകുലത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കാൻ. ഞാൻ ആ വാക്യങ്ങളൊന്നും നമ്മളിവിടെ വാക്യം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെ. അതുപോലെ 9-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് കാണുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ. പിന്നെ നമ്മൾ 10-ാം വാക്യത്തിൽ വായിക്കുന്നു അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്താൻ. അതിന്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നത് നമ്മൾ അവൻ മരണത്താൽ അധികാരിയായ പിശാചിനെ നിർവീര്യമാക്കി നമ്മൾ വായിക്കുന്നുണ്ട്. കാര്യം താൻ ജഡത്തിൽ വന്ന് ജയാളിയായതിനെ പറ്റിയാണ് 2-ാം അധ്യായം വിശദീകരിക്കുന്നത്. 6-ാം വാക്യത്തിൽ, 6-ാമത് നമ്മൾ വായിക്കുന്നത് 17-ാം വാക്യത്തിൽ വായിക്കുന്നത് ജനത്തിന്റെ പാപപരിഹാരത്തിന് ആയി കരുണയുള്ളവനായിട്ട് അവൻ പ്രായശ്ചിത്തം ചെയ്തു. അതുപോലെ തന്നെ 17-ാം വാക്യത്തിൽ വായിക്കുന്ന 2-ാം ഭാഗത്ത് ദൈവകാര്യങ്ങളിൽ അവൻ വിശ്വസ്ത മഹാപുരോഹിതനായി. ഏറ്റവും അവസാനം 18-ാം വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായം നൽകുന്ന ഒരുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് 1-ാം അധ്യായത്തിൽ യേശു കർത്താവിന്റെ ദൈവത്വം പറയുമ്പോൾ 2-ാം അധ്യായം യേശു കർത്താവിന്റെ മനുഷ്യത്വം പറയുകയാണ്. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ബോധ്യമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇത് രണ്ടും പറഞ്ഞു. 1-ാം അധ്യായത്തിൽ ദൈവത്വം പറഞ്ഞിട്ട് അവർക്കൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഒഴുകിപ്പോകരുതെന്ന് പറയുന്ന മുന്നറിയിപ്പ്. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. നമ്മളിപ്പോ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇവിടെയും തുടങ്ങുകയാണ്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഞാൻ പറയുന്നത് അതുകൊണ്ട് അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ഒരു നല്ല നല്ല ഒരുവനായി കർത്താവ് ദൈവമായി നമുക്കുണ്ട്. രണ്ടാമത് അവൻ മനുഷ്യത്വത്തിൽ ഇറങ്ങി വന്നു. 2-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് അവന്റെ മഹാപുരോഹിത്യം. ഞാൻ പറഞ്ഞു ഈ മഹാപുരോഹിതൻ എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ ആദ്യം ഉപയോഗിക്കുന്നത് ഈ 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വിശ്വസ്ത മഹാപുരോഹിതനാകേണ്ടതിന്. അതുപോലെ തന്നെ ഇവിടെ വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ പുത്രനെ പറ്റി പറയുമ്പോൾ യേശു കർത്താവിനെ പറ്റി പറയുന്നേ ഇല്ല. എന്നാൽ 2-ാം അധ്യായത്തിൽ മനുഷ്യത്വം വിശദീകരിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 9-ാം വാക്യത്തില് എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിൽ അല്പം താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട്. അതായത് ഒന്ന് യേശു ക്രിസ്തുവിന്റെ ദൈവത്വവും 2-ാമത് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വവും വിശദീകരിക്കുക. എന്നിട്ടാണ് നമ്മൾ ഈ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എൻ്റെ 1-ാം വാക്യത്തിൽ അതുകൊണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. ഞാൻ പറയാം, ഈ അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ 2 കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഒന്നുണ്ട്, വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്കോ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മൾ ചിലപ്പോൾ ചില മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ആദ്യം ഈ സ്വാഗത പ്രസംഗം നടത്താറുണ്ട് ഇല്ലേ? സ്വാഗത പ്രസംഗത്തിനകത്ത് എന്തോ ചെയ്യും? ആദ്യം ചില അഭിമന്യ അല്ലെങ്കിൽ റൈറ്റ് റെവറൻഡ് പാസ്റ്റർ തിരുമേനി അവരെയൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരാണ് ഇരിക്കുന്നതെന്നൊക്കെ ഉള്ളത് ആൾക്കാർക്ക് ബോധ്യമാകാൻ തക്കവണ്ണം ഒന്ന് പറയാറുണ്ട്. ഇതുപോലെ ലേഖനം എഴുതുമ്പോൾ ലേഖനകർത്താവ് ഇരിക്കുന്ന ജനത്തോട് അവരോട് പറയുക. കാര്യം എന്ന് വെച്ചാൽ അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കാര്യം ഇവമാർക്ക് തന്നെ അറിയത്തില്ല, കേൾക്കുന്നവർക്ക് അറിയത്തില്ല, ക്രിസ്തുവേശുവിൽ ഞങ്ങൾ ആരാണെന്നുള്ളൊരു ബോധ്യം അവർക്കില്ല. അതുകൊണ്ട് അവരോട് തുടങ്ങുന്ന പറയാം, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരാരാണെന്നുള്ളൊരു ബോധ്യം പറഞ്ഞുകൊണ്ടാണ് ഈ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞത് ഈ രണ്ട് വാക്യങ്ങളിൽ തന്നെ ഈ അതുകൊണ്ടെന്ന് പറഞ്ഞു തുടങ്ങുന്ന അർത്ഥത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, യേശു കർത്താവ് നമുക്ക് വേണ്ടി സമ്പൂർണമായ ദൈവമായിരുന്നവൻ
അവൻ മനുഷ്യനായി നമുക്ക് വേണ്ടി മഹാപുരോഹിത ശുശ്രൂഷ ഏറ്റെടുത്തത് കൊണ്ട് നമുക്ക് ഇന്ന് രാത്രികാലം നമുക്ക് ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസം അവസാനത്തോളം നമുക്ക് മുറുകെ പിടിക്കാൻ സാധിക്കും. അതിനു മുമ്പായിട്ട് അവരോട് പറയുകയാണ്, ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യാണ്? നമ്മൾ വായിച്ച വാക്യത്തിൽ വായിച്ചതുപോലെ തന്നെ വിശുദ്ധ സഹോദരന്മാരാണ്. ഞാൻ ആ വിഷയത്തെ പറ്റി ഒന്ന് പറയാം. ഈ വിശുദ്ധ സഹോദരന്മാരെന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ആ വാക്യം തുടങ്ങുന്നത് തന്നെ ഈ സഹോദരന്മാരെന്ന് തന്നെ യേശു കർത്താവ് വിളിക്കുന്ന നമ്മൾ വായിക്കുന്നുണ്ട്. ഏത് വാക്യത്തില്ല? 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ പറയുന്നത് വിശുദ്ധീകരിക്കുന്നവർ. 2:11 നമ്മളിങ്ങനെ വായിക്കുന്നു, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അങ്ങനെയാകുമ്പോൾ നമ്മളെ വിശുദ്ധീകരിക്കുന്ന യേശു കർത്താവിനെ പറ്റി കാണുന്നുണ്ട്. അതുകൊണ്ട് അവൻ അവരെ സഹോദരന്മാരെ എന്ന് വിളിക്കാൻ മടിക്കുന്നില്ല. നമ്മൾ വായിച്ചു, 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സഹോദരന്മാരെന്ന് വിളിക്കാത്തത്? അവൻ ജഡമെടുത്ത്, ഞാൻ ഒരിക്കൽ കൂടെ പറയാം, പുത്രൻ തമ്പുരാൻ സകല അധികാരവും ഉണ്ടായിരുന്നവൻ 1-ാം അധ്യായത്തിൽ വായിക്കുന്നു. 2-ാം അധ്യായത്തിൽ അവൻ ജഡമെടുത്ത് ഭൂമിയിലേക്ക് വന്നു. നമ്മൾ പിന്നീട് വായിക്കുന്നത് അവൻ നമ്മളെ പോലെ ജഡമെടുത്തുകൊണ്ട് സഹോദരനായി നമ്മളെ വിശുദ്ധീകരിച്ചു. അതൊക്കെ നമ്മൾ ആ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 1-ാം അധ്യായം തന്നെ യേശു കർത്താവിന്റെ ഈ മഹാപുരോഹിത ശുശ്രൂഷയെ പറ്റി വിശദീകരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നമ്മൾ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിച്ചത് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരുന്നു വായിക്കുന്നുണ്ട്. അത് വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ എബ്രായ വിശ്വാസികൾക്ക് അറിയാം ഇതൊരു പൗരോഹിത്യ ശുശ്രൂഷയെ പറ്റി പറയുന്നതാണ്. പൗലോസ് അത് 2-ാം അധ്യായം അവസാനമായപ്പോഴാണ് വിശ്വസ്ത മഹാപുരോഹിതൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഇവിടെ പറയുകയാണ്, വിശുദ്ധ സഹോദരന്മാരെ, നിങ്ങൾ എങ്ങനെയാ വിശുദ്ധ സഹോദരന്മാരായത്? സഹോദരന്മാരായത് കർത്താവ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായി നമുക്ക് പാപത്തിനു വേണ്ടി പരിഹാരമുണ്ടാക്കി നമ്മൾ അവനിൽ വിശ്വസിക്കുമ്പോൾ നമ്മളുടെ സഹോദരന്മാരായി. എബ്രായ സഭയിലെ വിശ്വാസികളെ നോക്കിയിട്ട് പറയാം, സഹോദരന്മാരെ, വെറും സഹോദരന്മാരെ അല്ല, വിശുദ്ധ സഹോദരന്മാരെ. ഞാൻ ഈ വിശുദ്ധ എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ ഇടയ്ക്ക് പറയാറുള്ളത്, വിശുദ്ധ സഹോദരന്മാരെന്ന് പറയുമ്പം നമ്മളെല്ലാവരും വെള്ളം ഇട്ടിട്ട് ഈ വരിക എന്നുള്ളതും ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. വിശുദ്ധ എന്ന് പറഞ്ഞാൽ ഹാഗിയോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സെപ്പറേറ്റ് ചെയ്യുക എന്നർത്ഥം. സെപ്പറേറ്റഡ് എന്ന അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു പദ്ധതിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരെന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇവരോട് പറയാം, വിശുദ്ധ സഹോദരന്മാരെ നിങ്ങൾ യു ആർ സെപ്പറേറ്റഡ്. നമുക്ക് ഈ സ്കൂളിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ചെറുപ്പകാലത്ത് ഈ സ്കൂളിലൊക്കെ എന്താ നമ്മുടെ ഫങ്ഷൻസ് ഒക്കെ നടക്കുമ്പം നല്ല മിടുക്കന്മാരായിട്ടുള്ള പിള്ളേരെ ഓരോ ക്ലാസ്സിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് ഇതിൻ്റെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയാക്കും. വരുന്ന ആൾക്കാരെ സ്വീകരിക്കാനും ഇരുത്താനും ഗൈഡ് ചെയ്യാനും. ഞങ്ങൾ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഈ വട്ടത്തിലുള്ള ഒരു നമ്മുടെ ഈ ഷട്ടയിലൊക്കെ കൊളുത്തിവിടുക, അതിൻ്റെ കൺവീനർ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാണ്. കാര്യം അവരെ പ്രത്യേകം മാറ്റി എടുത്തു, മറ്റു പിള്ളേരുടെ കൂട്ടത്തിലല്ല. നമ്മൾ പറയും അവർ സെപ്പറേറ്റ് ആക്കി, അവരാണ് ഇവരെല്ലാം നിയന്ത്രിക്കുന്ന പറഞ്ഞ പോലെ ഒരു സെപ്പറേറ്റ് കൂട്ടമാണ്. ഇവർ നമ്മളെ പറ്റി പറയുകയാണ്, സഹോദരന്മാരോട് പറയുക, യു ആർ സെപ്പറേറ്റഡ്, നിങ്ങൾ വിശുദ്ധന്മാരാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള കൂട്ടരാണ്. നിങ്ങളെ ദൈവം ചില പദ്ധതിക്ക് വേണ്ടി വേർതിരിച്ചതാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവസന്നിധി വരുമ്പോൾ ഓർക്കണം, ഇത് നമ്മളോടും പറയുന്ന കാര്യമാണ്. നമ്മൾ ക്രിസ്തുയേശു നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി ഭൂമിയിൽ വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ അവന്റെ സഹോദരന്മാരായെന്ന് മാത്രമല്ല, വി ആർ സെപ്പറേറ്റഡ് ഫോർ എ പർപ്പസ്. എന്തിനു വേണ്ടിയാ നമ്മളെ സെപ്പറേറ്റ്? ഒത്തിരി വാക്യങ്ങളുണ്ട്. ഞാൻ അതിനകത്ത് ഒരു വാക്യം മാത്രം ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കേണ്ട സമയമില്ലാത്തതുകൊണ്ട് ആ വാക്യം മാത്രം വായിച്ചു പോകാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 14 and 15. ഇംഗ്ലീഷിൽ വേഴ്സ് 15 ആണ്, മലയാളത്തിൽ 14-ലാണ്. ഞാനത് വായിക്കാം. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി ആർ സെപ്പറേറ്റഡ് ഫോർ എ പർപ്പസ്. വെറുതെ അല്ല വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നത്. ദേ ആർ സെപ്പറേറ്റഡ് ഫോർ എ പർപ്പസ്. നമ്മളെ ഒരു പദ്ധതിക്ക് വേണ്ടി ദൈവം വേർതിരിച്ചിരിക്കുക. ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഒരു പാർട്ട് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ മണവാട്ടിയാകേണ്ടതിന് നമ്മളെ അനിന്യ എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 5-ാം അധ്യായത്തിൽ നമ്മളെ പറ്റി പറയുന്നുണ്ട്, യാതൊരു കളങ്കവും ഇല്ലാത്തവരായി നിർത്തുവാൻ, അവനോട് കൂടെ നിർത്തുവാൻ. ഇങ്ങനെ നമ്മളെപ്പറ്റി ഒത്തിരി പദ്ധതിയുണ്ട് ഈ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ. ഇന്ന് രാത്രികാലം പറയാം, ഈ സഭയെ നോക്കിയിട്ട് പറയുക, നിങ്ങൾ ഇങ്ങനെയുള്ളവരാ. ഇവരാണെങ്കിൽ കഷ്ടതയും പ്രതിസന്ധിയും വന്നപ്പോൾ വിശ്വാസത്തിൽ ഉറപ്പില്ലാതെ, വിശ്വാസത്തിൽ ഹോൾഡ് ഫാസ്റ്റ് ചെയ്യാതെ, തങ്ങളുടെ ഫെയ്ത്തിനെ വിട്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞ്, ഞാൻ ചുരുക്കം പറയാം, ദൈവത്തെ തള്ളിപ്പറഞ്ഞ്
അവര് പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനത്തോടാണ് ഇത് പറയുന്നത്. നിങ്ങൾ വിശുദ്ധ സഹോദരന്മാരാ, നിങ്ങൾ ചെറിയ ആൾക്കാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എൻകറേജ് ചെയ്യുക. രണ്ടാമത് പറയുന്നത് വിശുദ്ധ സഹോദരന്മാരെ, പിന്നെ പറയുന്നത് രണ്ടാമത് അവരെ വിളിക്കുന്നത് ഇൻട്രഡക്ഷൻ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ പറയുന്നത് പാർട്ടേക്കേഴ്സ് ഓഫ് ഹെവൻലി കോളിംഗ്. സ്വർഗീയ വിളിക്ക് വേണ്ടി പാർട്ടേക്കേഴ്സ് ആയിട്ടുള്ളവരെ ദൈവം എന്ത് ചെയ്തു? ഈ സഹോദരന്മാരെ നോക്കിയിട്ട് പറയാ, നിങ്ങൾ ഇങ്ങനെ വിളിയുള്ളവരാ, സ്വർഗീയ വിളിക്ക് നിങ്ങൾ ഓഹരിക്കാരാ, നിങ്ങൾ പാർട്ടേക്കേഴ്സ് ആണ്, അതിന്റെ പങ്കാളികളാകേണ്ടിയവരാണ് നിങ്ങൾ. പക്ഷേ ഈ വിളിയെ ഞാൻ പറഞ്ഞ പോലെ ദൈവത്തിന്റെ വിളിക്കകത്തുള്ളവരാ നമ്മളെന്ന് പറയുമ്പോൾ, ദൈവം വിളിച്ചതല്ലേ, ദൈവം ശക്തനായ ദൈവത്തിന്റെ വിളിയാണെങ്കിൽ പിന്നെ എനിക്കൊന്നും സംഭവിക്കത്തില്ലോ. അങ്ങനല്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം പറയും, വിധി എന്ന് പറയുന്നത് ഹൈന്ദവ ചിന്തയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ വിളിക്കകത്തൊക്കെ മനുഷ്യന്റെ ഇന്റൻഷണലായിട്ടുള്ള ഇടപാട് ആണ് അവനെ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്നത്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് നമ്മൾ ഉണ്ടെങ്കിലും, ഒരിക്കൽ കൂടെ പറയാം, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് നമ്മൾ ഉണ്ടെങ്കിലും നമ്മുടെ ഇന്റൻഷണലായിട്ടുള്ള നമ്മുടെ പ്രവൃത്തിയാണ്. നമ്മൾ പറയുന്നത് ഹോൾഡ് ഫാസ്റ്റ് ചെയ്യണം. നമ്മൾ ഈ അതിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മൾ ഈ 6-ാം വാക്യത്തിൽ ഇപ്പോൾ വായിച്ചതുപോലെ നമ്മൾ അവസാനം വരെ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ നമ്മൾ അവനോടുകൂടെ പങ്കാളിയാകത്തുള്ളൂ. ഇതിൻ്റെ ഒരു വാക്യം കൂടെ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അതിൻ്റെ ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചോ. നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ വരുമ്പോൾ ഇതിനോട് അനുബന്ധിച്ച് തന്നെ ഒരു വാക്യം കൂടെ വായിക്കുന്നുണ്ട്. 3:14. വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. മതി. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത്, ഫോർ വി ആർ ബിക്കം പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. എപ്പോഴാ? ഞാൻ വിളിച്ചപ്പോഴും നല്ല പറയുന്നത്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിച്ചപ്പോൾ അങ്ങ് ആയെന്നല്ല പറഞ്ഞത്. ഇഫ് വി ആർ ബിക്കം പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, എങ്ങനെ? ഇഫ് വി ഹോൾഡ് ഫാസ്റ്റ് ദ ബിഗിനിങ് ഓഫ് അവർ കോൺഫിഡൻസ് ഫേം അൺടു ദ എൻഡ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുക, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നമ്മൾ ക്രിസ്തുവിൽ പങ്കാളികളായി. വി ആർ പാർട്ടേക്കേഴ്സ് ഓഫ് ഗോഡ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ഇതൊരു നമുക്കൊരു കടമയുള്ളവരാണ് നമ്മൾ. ഞാൻ കർത്താവിൻ്റെ മകനാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശുദ്ധ സഹോദരന്മാരാണ്. ഞാൻ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. പക്ഷെ നമ്മളെ ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ട്. ആ വിളിക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ചുവടെടുത്ത് വെച്ചെങ്കിലേ നമ്മൾ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു. അതാണ് ഈ വാക്യത്തിലെല്ലാം വായിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ ചോദ്യം ചോദിക്കുക, അവസാനത്തോളം മുറുകെ പിടിച്ചില്ലെങ്കിലോ? നിങ്ങൾ യു ആർ നോട്ട് പാർട്ടേക്കേഴ്സ് വിത്ത് ക്രൈസ്റ്റ് ജീസസ്. യേശു ക്രിസ്തുവിനോട് നിങ്ങൾ പങ്കാളികളാകത്തില്ല. അത് നമ്മൾ ഒത്തിരി തിയോളജിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ വരും. ഞാൻ പറയാം, എബ്രായ ലേഖനം അതിൻ്റെ എല്ലാം ഉത്തരം നൽകുന്നതാണ്. കർത്താവിന് വേണ്ടി നമ്മൾ ഉറച്ചു നിന്ന് അവസാനത്തോളം നിന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പൂർണ്ണത വരുന്നത്. നമ്മൾ വായിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും കർത്താവിനോടുകൂടി പാർട്ടേക്കേഴ്സ് ആകാൻ പറ്റത്തില്ല, അവനോട് പങ്കാളിയാകാൻ പറ്റത്തില്ല. ഇവിടെ പറയാണ് പാർട്ടേക്കേഴ്സ് ഓഫ് ഹെവൻലി കോളിംഗ്. നമ്മൾ വായിച്ച വാക്യം, അവന്റെ വിളിയിൽ നമ്മൾ പങ്കാളികളാണ്, ഓഹരിക്കാരാണ്. ഈ നമ്മളെ കർത്താവിന്റെ വിളി മാറി വേറെ വിളി കേൾക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പെട്ടുപോകുന്നു. ഞാൻ പണ്ട് പറഞ്ഞൊരു കഥ, ഒരാൾ കല്യാണത്തിന് കയറിയിരുന്ന് നല്ല ഫുഡൊക്കെ, കല്യാണത്തിന് വിളിച്ചായിരുന്നു അവനെ കല്യാണത്തിന് വിളിച്ചപ്പം കല്യാണത്തിന് കയറി ചെന്നിരുന്ന് കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു തോന്നൽ, വെളിയിൽ നാലോണ്ട് വിളിക്കുന്നൊരു തോന്നൽ. അവനെ കല്യാണത്തിന് വിളിച്ചു വന്നോ മേശയിൽ നല്ലോണം ഭക്ഷണമൊക്കെ ഇളക്കി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ അച്ഛൻ ആരോണ്ട് വിളിച്ചല്ലോ എന്നും പറഞ്ഞ് വേറൊരു വിളി കേട്ടവൻ ഇറങ്ങിപ്പോയി നോക്കാൻ വേണ്ടി ആരാ വിളിച്ചെന്ന്. പോയിട്ട് വന്നപ്പോഴത്തേന് അവർ വിചാരിച്ച ആൾ ഭക്ഷണം കഴിച്ചു പോയാൽ അങ്ങോട്ട് ഇല എടുത്ത് കളഞ്ഞു. ഞാൻ പറഞ്ഞ ചുരുക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ക്രിസ്ത്യ നമ്മളെ വിളിച്ച വിളി നമ്മളത് വി ഹാവ് ടു ഹോൾഡ് ഫാസ്റ്റ് അണ്ടിൽ ദ എൻഡ്. ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാ, മറ്റൊരു വിളിയുടെ പുറകെ പോകണമെന്നല്ല പറയുന്നത്. എന്നിട്ട് ഈ വാക്യത്തിൽ പറയാം, അതുകൊണ്ട് നമ്മൾ ഈ വാക്യം ഒന്നുകൂടെ വായിക്കാൻ നമുക്ക് 3-ാം അധ്യായത്തിൽ തുടങ്ങും. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അവിടെ 2 കാര്യങ്ങൾ കർത്താവിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ പറയുന്ന കാര്യം പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ഇങ്ങനെ പറയുന്ന ഓഹരിക്കാരായുള്ളവരെ നാം എന്താ ചെയ്യേണ്ടത്? നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ഇനി യേശു കർത്താവിനെ പറ്റി 2 കാര്യങ്ങൾ പറയുക. ഞാൻ പറഞ്ഞു, നമ്മളെപ്പറ്റി വിളിച്ച 2 കാര്യങ്ങൾ പറഞ്ഞു. വിശുദ്ധ സഹോദരന്മാരെ,
സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ എന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മളോട് പറയുക, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. ഇവിടെ ഞാൻ ഈ ഭാഗം പറയുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഈ വിഷയത്തിൽ യേശു കർത്താവിൻ്റെ 2 തലങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പിന്നീട് ഞാൻ കടന്നു വരാം. ഇവിടെ അവരോട് പറയുകയാണ്, ഇംഗ്ലീഷ് വായിക്കുന്നത് കൺസിഡർ, ഇങ്ങനെ ദ അപ്പോസ്റ്റൽ ആൻഡ് ഹൈ പ്രീസ്റ്റ് ഓഫ് അവർ കൺഫെഷൻ, ഇങ്ങനെ ഒന്നുകൂടെ വായിച്ച 2-ാം വാക്യം, സോറി 1-ാം വാക്യം അവസാനത്തെ ഞാൻ വായിക്കാം. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും, ഇംഗ്ലീഷ് ഞാൻ വായിക്കാം, കൺസിഡർ ദ അപ്പോസ്റ്റൽ ആൻഡ് ഹൈ പ്രീസ്റ്റ് ഓഫ് അവർ കൺഫെഷൻ ഈവൻ ജീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. ഈ 2 നിലയിൽ ഞാൻ പറഞ്ഞു. ഒന്ന്, യേശു കർത്താവ് അപ്പോസ്തലനാകുന്ന എങ്ങനെ? അപ്പോസ്തലൻ എന്നുള്ള അർത്ഥം എന്നറിയാമോ? അപ്പോസ്തലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയക്കപ്പെട്ടവനെന്ന അർത്ഥം. ഇവിടെ ലേഖനകർത്താവ് പറയുകയാണ്, യേശു കർത്താവിനെ നമ്മൾ നോക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ പിതാവിങ്കിൽ നിന്ന് അയക്കപ്പെട്ട പുത്രനായിട്ട് നമുക്ക് യേശു കർത്താവിനെ കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്താൽ അയക്കപ്പെട്ടവനെന്ന് കാണുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടവൻ. 17-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു നമ്മൾ യോഹന്നാന്റെ സുവിശേഷം പറയുന്നത്, എന്നെയും എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. താൻ സ്വയം അയക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ അപ്പോസ്തലനാണെന്ന് യേശു കർത്താവ് പറയുന്നുണ്ട്. ഇവിടെ 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടവനായ പുത്രൻ തമ്പുരാനെ നമുക്ക് കാണാൻ പറ്റും. അതായത് അപ്പോസ്തലനായിട്ട് അങ്ങനെ കാണാൻ പറ്റും. രണ്ടാമത് പറയുന്നത് എങ്ങനെയാണ്? മഹാപുരോഹിതനായ യേശു. അത് അവൻ്റെ മനുഷ്യത്വത്തെ കാണിക്കുന്നതാണ്. ഞാൻ പറയാം, ഈ 2 കാര്യങ്ങൾ, ഒന്ന് അവൻ്റെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അയക്കപ്പെട്ടവനായ യേശു കർത്താവിനെയും മനുഷ്യനായി നമുക്ക് വേണ്ടി മഹാപുരോഹിതനായ യേശു കർത്താവിനെയും കാണാൻ പറ്റും. അവനെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ശ്രദ്ധിച്ചു നോക്കണം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ കൺസിഡർ എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? കൺസിഡർ എന്തോ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗത്ത് വായിച്ചു. 1-ാം വാക്യം അക്നോളജ്. ശ്രദ്ധിച്ചു നോക്കണം, ശ്രദ്ധിച്ചു നോക്കുവിൻ, അല്ലെ കൺസിഡർ ഹിം. ഈ ശ്രദ്ധിച്ചു നോക്കാന്ന് വെച്ചാൽ ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ആകട്ടോ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, എൻ്റെ അച്ഛാ ഇവിടെ എങ്ങനെയുള്ള കമാൻഡാ പറയുന്നത് അറിയാമോ? അവർ കൺഫെഷൻ. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലൻ. സോ നമ്മൾ അവനെ സ്വീകരിച്ചു. എങ്ങനെ സ്വീകരിച്ചു? ഹീസ് ഗോഡ്, ഹീസ് മാൻ, ഹീ കെയിം. സ്വർഗത്തിൽ നിന്ന് എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന പുത്രനായ യേശു കർത്താവ് മനുഷ്യരൂപം എടുത്തു. അവനിൽ ഞാൻ വിശ്വസിക്കുന്നു, അവനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ദൈവമകനായി. അതുകൊണ്ടാണ് പറയുന്നത്, അവരോട് പറയുകയാണ്, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നമ്മൾ നോക്കുവിൻ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് നോക്കിയില്ലെന്നല്ല, ഇവര് കണ്ടില്ലെന്നല്ല, ഒരു കമാൻഡ്മെന്റ് ആയിട്ട് പറയുകയാണ്, ശ്രദ്ധിച്ചു നോക്കണം. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ വരുന്ന സഭയോട് ഞാൻ പറഞ്ഞു, ഇവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ട സഭ, ചെതറിക്കപ്പെട്ട സഭ, എബ്രായ വിശ്വാസികളുടെ ബന്ധുക്കളും വീട്ടുകാരും തങ്ങൾക്കെതിരായിട്ട് മാറി. അങ്ങനെയുള്ളൊരു സഭയോട് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുകയാണ്, യു ലുക്ക് ഫേംലി അൺടു ഹിം. ശ്രദ്ധയോടെ നിങ്ങൾ അവനെ നോക്കണം. ശ്രദ്ധയോടെ. നമുക്ക് ഈ ശ്രദ്ധയോടെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? അതിനർത്ഥം എന്തോ? ശ്രദ്ധിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒത്തിരി കാഴ്ചകളാണ്. ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ, അയ്യോ വണ്ടി അതുവഴി അവിടെ വലിയ ഒരു കാര്യം ഉണ്ടടാ പോകുന്ന വഴിക്ക്. അയ്യോ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ല ഇതുവരെ കേട്ടോ. ശ്രദ്ധിച്ചു നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് ആൻ എഫേർട്ട് ആൻഡ് ടൈം. നമ്മൾ സമയമെടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴാണ് എന്ത് പറയുന്നത്? ശ്രദ്ധിച്ചു നോക്കുന്നത്. വെറും നോക്കി അങ്ങ് പോകും. ചിലപ്പോൾ വെറുതെ നോക്കി പോയാൽ നമ്മളൊന്നും കാണത്തില്ല. അച്ഛാ എന്തോന്നും വേണ്ടല്ല, ഈ നമ്മൾ പറയും എന്തോ ഒക്കെ കണ്ട പോലെ എനിക്ക് തോന്നുന്ന അച്ഛാ എന്ന് പറയും. എന്നാൽ ശ്രദ്ധിച്ചു നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് അവർ എഫേർട്ട് ആൻഡ് ഇറ്റ് ടേക്സ് അവർ ടൈം. നമ്മളുടെ സമയവും നമ്മുടെ എഫേർട്ടും എടുത്തിട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ടത്. ഇവിടെ ഈ പ്രതിസന്ധിയിൽ ഇരിക്കുന്ന വിശ്വാസികളോട് പറയുകയാണ്, യു ടേക്ക് യുവർ ടൈം ആൻഡ് ടേക്ക് യുവർ എഫേർട്ട് ടു സീ ഹൂ ദ ക്രൈസ്റ്റ് ഈസ്. അവൻ അപ്പോസ്തലനായിരിക്കുന്നത് എങ്ങനെയാണ്, അവൻ മഹാപുരോഹിതനായിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണമെന്ന് പറയുക.
ഞാൻ പറയാം, ഇന്ന് രാത്രികാലം നമ്മളോടും ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാ നമ്മൾ. ഞാനൊരു കാര്യം നമ്മളോട് പറയാം, നമ്മളോടുള്ള ദൈവത്തിന്റെ ദൂതെന്ന് പറയുന്നത് യു ഹാവ് ടു ലുക്ക് ഏണസ്റ്റ്ലി, ശ്രദ്ധയോടെ അവനെ നോക്കണം. ഇവിടെ നമ്മൾ ഏറ്റു പറഞ്ഞതാ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞ ഒരു ഏറ്റുപറച്ചിൽ. ഇവിടെ ഇംഗ്ലീഷ് പറയുമ്പോൾ അപ്പോസ്റ്റൽ ആൻഡ് ഹൈ പ്രീസ്റ്റ് ഓഫ് അവർ കൺഫെഷൻ. നമ്മൾ ഏറ്റുപറഞ്ഞവരാ, ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചവരാ. പക്ഷെ അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം അവസാനിക്കുന്നില്ല. ഏറ്റുപറഞ്ഞവരോട് പറയുകയാണ്, ശ്രദ്ധിച്ചു നോക്കണം. ഒരിക്കലൂടെ ഞാൻ പറയാം, ഹോൾഡ് ഫാസ്റ്റ് അണ്ടിൽ ദ എൻഡ്. അവസാനം വരെ നമ്മൾ മുറുകെ പിടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. പ്രതിസന്ധിയുള്ള ജനത്തിനോട് പറയാനുള്ളതാ. എന്നിട്ട് ഞാൻ ഇവിടെ പറയാം, ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരോട് പറയാം, നിങ്ങൾ യു ആർ ഇൻ എ ട്രബിൾ, നിങ്ങളൊരു പ്രതിസന്ധിയില്ല. എബ്രായ സഭ അവരോട് പറയുക, ഡു ദിസ് നൗ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാൻ തുടങ്ങുക. പല ആൾക്കാരും നോക്കി കഴിയുമ്പോൾ കാണുമ്പോൾ എന്നത്, യേശു കർത്താവിനെ നോക്കുമ്പോൾ കാണുന്നത് ഒരു രോഗസൗഖ്യം തരുന്ന ഒരുവൻ. അനേക രോഗികളെ സൗഖ്യമാക്കി. എന്നാൽ ഇവരോട് പറയുക, അപ്പോസ്തലനായ യേശുവിനെ കാണണം, മഹാപുരോഹിതനായ യേശുവിനെ കാണണം, അവനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, സമയമെടുത്ത് കെയർഫുള്ളി. ഇതേ ഒരു വാക്യമാണ് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. ഒന്ന് വായിച്ചു, 12:24. അവിടെ നമ്മൾ കാക്കയെ നോക്കി പഠിക്കാൻ പറയുന്നുണ്ട് യേശു കർത്താവ്. അവിടെ നോക്കുക, വെറുതെ നോക്കിയാൽ കാണുന്ന കാര്യമല്ല. ഒന്ന് വായിച്ചു ലൂക്കോസിന്റെ. വായിച്ചു. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പാണ്ഡികശാലയും കളപ്പുരയും. ആദ്യം ഒന്നുകൂടെ വായിച്ചേ. ആദ്യം നോക്കുവിൻ. കാക്കയെ നോക്കുവിൻ എന്നുവെച്ചാൽ വെറുതെ ഉള്ള നോട്ടമല്ല. വെറുതെ നോക്കിയാൽ നമ്മളും ഇഷ്ടം പോലെ കാക്ക അതുവഴി പോയി, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, കാക്കയെന്ന്. കാക്കയെ നമ്മൾ നോക്കുമ്പോൾ ഈ സെയിം വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം അടുത്ത വായിക്കുന്നത് എന്തോ കാണുന്നുണ്ട്. അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പാണ്ഡികശാലയും കളിപ്പുരയുമില്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. മതി. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതുവരെ കാണാത്ത ചില കാര്യങ്ങൾ മനസ്സിലാവും. അതാണ് നമ്മുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമ്മളോടും പറയുന്നത്, ടേക്ക് യുവർ ടൈം, ടേക്ക് യുവർ എഫേർട്ട്, ലുക്ക് അൺടു ജീസസ്. അവന്റെ അപ്പോസ്തലത്വത്തെ കാണണം, അവന്റെ മഹാപുരോഹിത ശുശ്രൂഷയെ കാണണം. അങ്ങനെ കാണുമ്പോൾ നിന്നെ കരുതുന്ന, നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവത്തെ പറ്റി കാണാൻ പറ്റും. പ്രതിസന്ധി ഇരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളതാ. ഞാൻ ഇന്ന് രാത്രി പറയാം, നമ്മൾ ശ്രദ്ധിച്ച്, നമുക്കറിയാം എപ്പോഴാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ച് നോക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ചില കാര്യങ്ങൾ ഞങ്ങളുടെ അപ്പച്ചന് കാഴ്ചക്കുറവുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കും. അപ്പം നമ്മൾ കഴിച്ചാൽ ഇനി കൂഴം പോലാടാ കാണുന്നതെന്ന്. കൂഴം പോലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒരു ഇത്. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ നോക്കാറുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മുടെ കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യം കാണാൻ പറ്റും. നമുക്ക് വേണ്ടി മഹാപുരോഹിതനായ, നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനായ, നമുക്ക് ഏത് സമയത്തും അടുത്ത് ചെല്ലുവാൻ കഴിയുന്നവനായ, ഞാൻ പറയാം, ഇങ്ങനെ കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കർത്താവായ യേശു കർത്താവിന്റെ മനുഷ്യത്വത്തിന്റെ പ്രത്യേകത നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. അവന്റെ അപ്പോസ്തോലിക ശുശ്രൂഷ നമുക്ക് കാണുവാൻ സാധിക്കും. അത് പ്രതിസന്ധികളിൽ നമ്മളെ അതിജീവിച്ച് ജീവിക്കുവാൻ വേണ്ടി നമ്മളെ ഇടയാക്കുന്നത് ഈ ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് രാത്രികാലം നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നമ്മൾ കൺഫസ് ചെയ്ത അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു ഉണ്ട്, അവിടെ കൊണ്ട് തീരുകയല്ല. വി ഹാവ് ടു ലുക്ക് അൺടു ജീസസ്. അതുപോലെ തന്നെ ഇതിനോട് അനുബന്ധിച്ച് തന്നെ ഒരു വാക്യം 12-ാം അധ്യായത്തിൽ എബ്രായലേഖനത്തിൽ തന്നെ ലേഖനകർത്താവ് പറയുന്നുണ്ട് ശ്രദ്ധിച്ചു നോക്കുന്നതിനെ പറ്റി. 12-ാം അധ്യായത്തിലെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. അതിന്റെ 12:2 വായിച്ചോ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഇവിടെ പറയുകയാണ്, അടുത്ത വാക്യം കൂടെ വായിക്കണം, ഞാൻ ഇപ്പൊ വായിച്ചിട്ട്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കുക. ഇത് വെറും നോക്കാനല്ല പറഞ്ഞത്. അങ്ങനെയാണ് അച്ഛാ ഞാൻ നോക്കുന്നത്, ആ നോക്കമല്ല പറയുന്നത്. ശ്രദ്ധയോടെ നോക്കുക. നോക്കിക്കഴിയുമ്പോ എന്താ കാണുന്നെന്ന് വെച്ചേ, താവോട്ട് വായിച്ചേ. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. അടുത്ത വാക്യം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. അന്നേരം എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ നോക്കുക എന്ന് പറയുന്നത് ധ്യാനിക്കുക എന്നാ പറയുന്നത്. അണ്ടർസ്റ്റാൻഡ് ഡീപ്ലി. ദൈവവചനം നമ്മൾ വായിച്ചു പോകാനുള്ളതല്ല. ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിന് വലിയ ശക്തി ഉള്ളതാ. അവിടെ പറയുകയാണ്, നമ്മൾ യേശുവിനെ നോക്കുക, അവനെ ധ്യാനിച്ചു കൊള്ളുക.
ഈ എബ്രായ സഭയിലെ വിശ്വാസികളോട് നിങ്ങൾ ധ്യാനിച്ച് അവനെ നോക്കാൻ. ഞാൻ പറയാം, അന്ന് അതുകൊണ്ട് പറയാം, നമ്മൾ ആ വായിച്ച വാക്യം ധ്യാനിക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ ഇങ്ങനെയുള്ളവനെ നിങ്ങൾ ധ്യാനിച്ചു നോക്കണം. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നമ്മൾ ശ്രദ്ധയോടെ നോക്കണം. ഈ രാത്രികാലം നമുക്ക് ഞാൻ എൻ്റെ സമയം അവസാനിക്കുകയാണല്ലോ. ഈ രാത്രികാലം ദൈവസന്നിധി കടന്നു വരുമ്പോൾ നമുക്കൊരു കാര്യം നമുക്ക് ഓർക്കാം, നമ്മുടെ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ആവശ്യകരമായ കാര്യം, നമ്മൾ കുറെ കേട്ട് ബഹളം വെച്ച് പോകുന്നതല്ല. ഒരു കാര്യം കൂടെ ഞാൻ രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം. ഒന്ന്, ക്രിസ്തീയ ജീവിതം തുടങ്ങിയാൽ അവസാനം വരെ ഹോൾഡ് ഫാസ്റ്റ് ആയിരിക്കണം. എങ്കിൽ നമ്മൾ അവനോടുകൂടെ പങ്കാളികളായല്ലോ. വി ഹാവ് ടു ബി പാർട്ടേക്കേഴ്സ് വിത്ത് ക്രൈസ്റ്റ് ജീസസ് ഓൺലി വെൻ വി ഹോൾഡ് ഫാസ്റ്റ്. നമ്മൾ അവനോട് കൂടെ ചേർന്ന് ധൈര്യത്തോടെ നമുക്ക് ലഭിച്ച പ്രത്യാശയെ ഉറച്ചു നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. രണ്ടാമത് നമ്മൾ കേട്ടു, അവനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞ പോലെ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ കർത്താവിലേക്ക് നോക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തും. യേശു കർത്താവിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ താൻ മിണ്ടാതെ ഇരുന്നു. രോമം കത്തിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന കുഞ്ഞാടിനെ പോലെ. ചില സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ നമ്മളോട് പറയും, ഡു നോട്ട് സ്പീക്ക് എനിത്തിങ്. അത് എവിടെ നിന്ന് അറിയാവോ? കർത്താവിനെ ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയും, നീ മിണ്ടണ്ട. അതുപോലെ തന്നെയാണ് നമ്മൾ പത്രോസ് ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, യേശു കർത്താവ് എന്ത് ചെയ്തില്ല, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കുകയോ കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യാതെ ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം പരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. കർത്താവ് തന്നെ എന്ത് ചെയ്തു? സാഹചര്യത്തിനകത്ത് ദൈവാത്മാവിന്റെ ഗൈഡൻസ് പോലെ താൻ പ്രവർത്തിച്ചു. എന്നാൽ ചിലടത്ത് താൻ സംസാരിച്ചിട്ടുമുണ്ട് കേട്ടോ, അത് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അനുദിന ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന വ്യക്തമായ നിലയിലുള്ള ദൈവിക കാഴ്ചപ്പാട് ദൈവം നമുക്ക് തരും. ഇന്ന് നമ്മൾ ദൈവസന്നിധി കടന്നു വരുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ട അത്യാവശ്യം. പൗലോസ് ഫിലിപ്പ് ലേഖനം നമുക്ക് വാക്യം എടുത്തിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, താൻ ക്രിസ്തുവിനെ വ്യക്തമായിട്ട് അറിയാവുന്നവനായിരുന്നെങ്കിലും താൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം പറയാ, താൻ അറിഞ്ഞതുകൊണ്ടോ, ഞാൻ പറയാം, പൗലോസിനെ പോലെ ഇത്ര ശ്രേഷ്ഠനായ ഒരുവനില്ല, ഇത്ര വെളിപ്പാട് കിട്ടിയവനില്ല. എങ്കിലും താൻ തൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹം പറയാണ് 9-ാം വാക്യത്തില്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം തന്നെ ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി ലഭിച്ച് അവനിലിരിക്കേണ്ടതും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും, ശ്രദ്ധിക്കണം അവിടെ, അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും. ഞാൻ പറയാം, ശ്രദ്ധിച്ചു നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പല ആൾക്കാരും ചിന്തിക്കുന്നത് യേശു കർത്താവിന്റെ ഭൂമിയിലെ ജീവിതം പരാജയമാണെന്ന്. നമ്മൾ അറിയുന്നില്ല യേശു കർത്താവിന്റെ ജീവിതം ഭൂമിയിൽ ജയജീവിതമാണ്. ചില ആൾക്കാർ ചിന്തിക്കുന്നത് അടിച്ചു നേടിയും കൊന്നും കൊല വിളിച്ചു അതാ ജയാളികളുടെ ജീവിതമെന്നാ. എന്നാൽ ജയാളിയുടെ ജീവിതം, യേശു കർത്താവിന്റെ ജീവിതം ജയാളിയുടെ ജീവിതമായിരുന്നു. പൗലോസ് നോക്കിയിട്ട് പറയുക, ആ ജയാളിയുടെ ജീവിതം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, താന് കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും സന്തോഷിപ്പിരുന്ന് പറയാൻ പറ്റും. ഒന്നുമില്ലാത്തപ്പോൾ താൻ ഇങ്ങനെ പറയും, ഞാൻ ഒന്നുമില്ലാത്തവനെങ്കിലും അനേകരെ സമ്പന്നനാക്കുന്നവനെന്ന് പറയും. താൻ വീണ് കിടക്കുന്നുവെങ്കിലും താൻ തകർന്നു പോകത്തില്ലെന്ന് പറയാൻ പറ്റും. അതെന്ന് പറയുന്നത് ക്രിസ്തുവിൽ കൂടുള്ള ജയമാണ്. ലോകത്തിന്റെ ജയം, ഞാൻ എപ്പോഴും പറയാം, ലോകത്തിന്റെ ജയമല്ല ക്രിസ്തുവിലുള്ള ജയം. ലോകത്തിന്റെ ജയം എന്ന് പറയുന്നത് സമ്പത്ത് കിട്ടുമ്പോൾ ജയമുണ്ട്, എന്തെങ്കിലും നേടുമ്പം ഒരു സന്തോഷമുണ്ട്. എന്നാൽ ക്രിസ്തുവിലെ ജയം എന്ന് പറയുന്നത് അതിനപ്പുറമായിട്ടുള്ള ജയം, നമ്മുടെ നാച്ചുറൽ തലത്തിൽ നിന്നപ്പുറമായിട്ടുള്ള ഒരു ജയമാണ്. ക്രിസ്തുവിലേക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ശ്രദ്ധയോടെ നമ്മുടെ കർത്താവിനെ നോക്കി മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ജോണച്ചാനെ പ്രാർത്ഥിച്ച് നമുക്ക് ആശീർവാദം പറഞ്ഞ് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം.